നമസ്കാരം പ്രശാന്ത് സർ. നമസ്കാരം. സർ, നമുക്ക് PC അറിയാം. പല കാര്യങ്ങളും മുഖം നോക്കാതെ വിളിച്ചു പറയും. അതിന്റെ പേരിൽ ഭരണകൂടം വേട്ടയാടി 3 തവണ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇപ്പോൾ PC ജോർജ് പറഞ്ഞിരിക്കുന്നത് ദേശദ്രോഹ പ്രവർത്തനം നടത്തിയ ആളെ, SDPI നേതാവിനെ അറസ്റ്റ് ചെയ്തതിനെ സ്വാഗതം ചെയ്ത് ഒരു FB പോസ്റ്റ് എങ്കിലും ഇടാൻ കേരളത്തിലെ ഇടതു വലത് നേതാക്കൾക്ക് ധൈര്യമുണ്ട് എന്നാണ്. PC വെല്ലുവിളിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് പൊതുവിലെ ഈ നിലപാടിനെ നോക്കിക്കാണുന്നത്? ഒപ്പം തന്നെ ഈ രാഷ്ട്രീയക്കാരുടെ ഇരട്ടത്താപ്പിനെ നോക്കിക്കാണുന്നത്? നമുക്ക് രാഷ്ട്രീയക്കാരുടെ ഇരട്ടത്താപ്പല്ല. രാഷ്ട്രീയക്കാര് നമ്മൾ കേരളത്തിൽ നേരത്തെ പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളത് പോലെ PC പറയുന്ന പോലെ ഒരു ഏകീകൃത അല്ലെങ്കിൽ ഒരു മുസ്ലിം വോട്ടുകളുടെ ഏകീകരണത്തെ ഉദ്ദേശിച്ച് അവരുടെ എന്ത് തോന്നിവാസം കാണിച്ചാലും അവരുടെ ഭാഗമായിട്ട് നിൽക്കുന്നു. മുസ്ലിങ്ങൾക്കെതിരെ പറയുന്നത്, അതിനെ എതിർക്കുന്നത് മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടുന്നതിന് കാരണമായിട്ട് ഈ പറയുന്ന CPM-ഉം അല്ലെങ്കിൽ കോൺഗ്രസും ഒക്കെ കാണുന്നു. അപ്പം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കോർപ്പറേഷന്റെ അവിടെ SDPIയുടെ ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ജയിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് തയ്യാറായി. അതിനെ എതിർത്ത് പറഞ്ഞത് എനിക്ക് തോന്നുന്നു മാങ്കൂട്ടത്തിലേ ഉള്ളൂ. മാങ്കൂട്ടത്തിലെന്ന് പറഞ്ഞിട്ട് പിന്നെ മാങ്കൂട്ടത്തിന്റെ പൊടി പോലും ഇല്ല. ആരെങ്കിലും അതിനെപ്പറ്റി സംസാരിച്ചു? PC ജോർജ് പറഞ്ഞത് എന്നെ 3 വട്ടം അറസ്റ്റ് ചെയ്തു, വിദ്വേഷ പരാമർശമാണ് അതിന് കാരണമായിട്ട് കാണുന്നത്, പോലീസിനെ ഉപയോഗിച്ചു, ഭരണകൂടം കൂട്ടുനിന്നു. പക്ഷേ വിദ്വേഷ പരാമർശമാണെങ്കിൽ ഇന്ന് രാജ്യദ്രോഹ കുറ്റം അല്ലെങ്കിൽ രാജ്യത്തെ സ്ഥിരീകരിക്കാൻ നിൽക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ മുസ്ലിം രാജ്യമാക്കാൻ നിൽക്കുന്ന, പരസ്യമായിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്ന SDPI രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി തന്നെ, ആ രാഷ്ട്രീയ പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റിനെ ഈ പറയുന്ന രാജ്യവിരുദ്ധതയ്ക്ക് കൂട്ടുനിന്നതിനും അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കുന്നതിനും അല്ലെങ്കിൽ രാജ്യദ്രോഹ കുറ്റത്തിനും ഒക്കെ അറസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ അത് ശരിയാണ്, അത്തരത്തിലുള്ള ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്നത് ശരിയാണെന്ന് പറയുന്നതിന് വേണ്ടി ഇവിടുത്തെ ഇടതുപക്ഷമോ വലതുപക്ഷമോ നിൽക്കുന്നില്ല. വെല്ലുവിളിച്ചിരിക്കുന്ന എന്നെ 3 വട്ടം അറസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും ഇതിനൊരു അഭിപ്രായം പറയണം അല്ലെങ്കിൽ പറയാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നാണ് ചോദിച്ചത്. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ മാധ്യമങ്ങളും ഒക്കെ ഈ ഒരു ഭാഗമാണ്. കാരണം ഈ പറയുന്ന ഇന്ത്യ മഹാരാജ്യത്തെ ഏതാണ്ട് 80% വരുന്ന ഹിന്ദു സമൂഹമുണ്ട്, ഹിന്ദുത്വം അല്ലെങ്കിൽ അതിനൊരു സംസ്കാരമുണ്ട്. കേരളത്തിൽ നമ്മൾ പ്രത്യേകിച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന കേരളത്തിലെ രാഷ്ട്രീയവും അല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമധർമ്മവും അല്ലെങ്കിൽ ബുദ്ധിജീവി സംസ്കാരവും ഒക്കെ ഉണ്ടാകുന്നത് ഇവിടുത്തെ ഹിന്ദു സംസ്കാരത്തെ പറയുമ്പോഴാണ്, അല്ലെങ്കിൽ ഹിന്ദുക്കളെ പറയുമ്പോഴാണ്. മതേതരത്വം ഉണ്ടാകുന്നത് ഇവിടെ ഹിന്ദുവിന്റെ ആചാരങ്ങളെ മോശമാക്കി കാണിക്കുമ്പോഴാണ്. അതിന് ഏറ്റവും അവസാനമായിരുന്നല്ലോ ഏഷ്യാനെറ്റിന്റെ സിന്ധു സൂര്യൻ പ്രസ്താവന. അപ്പം അതിനെ മൊത്ത വിമർശനം വന്നപ്പോഴും ഏഷ്യാനെറ്റിന്റെ അല്ലെങ്കിൽ BJPയുടെ നേതാവായിട്ടിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നത് ഞാൻ ഇനി ഇത് ആവർത്തിക്കരുത് കുഞ്ഞെ എന്ന് പറഞ്ഞ് മാപ്പപേക്ഷിക്കുന്ന പോലെയാണ് കൊടുത്തത്. അതായത് അയാൾ ഒന്നും മനസ്സിലാക്കണ്ടേ, അയാളെ ഏതോ 4ഓ 5ഓ വട്ടം ഈ പാർട്ടിയെ രാജ്യസഭയിൽ നിർത്തി മത്സരിപ്പിച്ചു, അയാൾക്ക് വേണ്ട പൊസിഷനുകളൊക്കെ കൊടുത്തു, അയാളെ മന്ത്രിയാക്കി. ഒരുപക്ഷെ മന്ത്രിയാക്കിയപ്പോൾ അദ്ദേഹം ആ മന്ത്രി എന്നുള്ള നിലയിലൊക്കെ നല്ലപോലെ പ്രവർത്തിക്കുന്നുണ്ടാവും. പക്ഷെ ഒരു കാര്യം പുള്ളി മനസ്സിലാക്കണം, പുള്ളി ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ടാണ്? BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാണ്, ഇന്ത്യയുടെ ഭാഗമായിട്ട്. ഇന്ത്യയുടെ ഒരു സംസ്കാരമുണ്ട്. അദ്ദേഹത്തിന്റെ കെയർ ഓഫിൽ അദ്ദേഹം മുതലാളിയായിട്ടുള്ള ഒരു ചാനൽ, ആ ചാനൽ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? 2024 ഇവിടുത്തെ പ്രതിപക്ഷവും അല്ലെങ്കിൽ BJPയുമായിട്ട് വളരെ വലിയൊരു മത്സരം നടക്കുമ്പോൾ കേരളത്തിൽ അതിനേക്കാൾ വലിയ മത്സരം BJPക്ക് ഒരു സീറ്റ് കിട്ടുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അദ്ദേഹം ഉൾപ്പെടെ ഇവിടെ അതിനുവേണ്ടി മത്സരിച്ച ഒരു അവസരത്തിൽ പോലും ഒരു ദിവസമെങ്കിലും നിഷ്പക്ഷമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ചാനലാണ് ചാനൽ. പോട്ടെ, നിഷ്പക്ഷമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തണ്ട, പക്ഷെ ഓരോ ദിവസവും അവർ ചെയ്തുകൊണ്ടിരുന്ന BJPയുടെ കൊള്ളരുതായ്മ എന്ന് കാണിച്ചുകൊണ്ട് ഓരോ വിഷയങ്ങൾ അവർ ഉരുത്തിരിച്ചെടുത്ത് BJPക്ക് തരുന്നില്ല. അന്ന് നിങ്ങൾ എന്ത് ചെയ്തു? അപ്പൊ നിങ്ങൾ ഒരു കൂറും, ഞാൻ എന്റെ ഭാഷയിൽ തന്നെയാണ് പറയുന്നത്, അല്ലെ എന്റെ അഭിപ്രായമാണ് പറയുന്നത്. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന മനുഷ്യൻ BJPയുടെ ഭാഗമായിട്ട് എല്ലാ ആനുകൂല്യങ്ങളും പറ്റി നിൽക്കുമ്പോൾ അദ്ദേഹവും ബിസിനസ്സാണ് കേരളത്തിൽ ചെയ്യുന്നത്. അദ്ദേഹം കണ്ടിരിക്കുന്നത് കേരളത്തിലെ മാധ്യമ പ്രവർത്തനത്തിന് വ്യൂവേഴ്സിനെ കൂടണമെങ്കിൽ അല്ലെങ്കിൽ ഇത് വളരെ കൂടുതലായിട്ട് വ്യൂവേഴ്സ് ഈ പറയുന്ന SDPIക്കാരന്റെ കെയർ ഓഫിലും അല്ലെങ്കിൽ മുസ്ലിം കെയർ ഓഫിലും ഒക്കെ വരുമ്പോൾ BJP പറഞ്ഞാലും ഹിന്ദുവിനെ പറഞ്ഞാലും ആ വ്യൂവേഴ്സ് കൂടുന്നെങ്കിൽ, ആനുകൂല്യം കൂടുന്നെങ്കിൽ കൂടട്ടെ, അതിന് അനുവദിച്ചു കൊടുക്കുന്ന രീതിയിലേക്കാണ് BJP നേതാവെന്ന് പറഞ്ഞ് നിൽക്കുന്ന രാജീവ് ചന്ദ്രശേഖർ. നാളെ കാലത്ത് ഇവിടുത്തെ BJPയെ നയിക്കാൻ നിൽക്കുന്ന രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു പത്രസ്ഥാപനം മര്യാദയ്ക്ക് പത്രപ്രവർത്തനം നടത്തുന്നുണ്ടോ എന്ന് പുള്ളി ആലോചിക്കണം. ഇതിനകത്ത് BJPക്ക് അനുകൂലമായിട്ട് പറയണ്ട, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായിട്ട് പറയണ്ട. നിങ്ങൾ പറയൂ, ഹിന്ദുവിനകത്ത് ആചാരത്തിനകത്ത് മോശമായ ആചാരമുണ്ടെങ്കിൽ പറയൂ. അതുപോലെ തന്നെ ക്രിസ്ത്യാനിക്കകത്ത് മുസ്ലിമിനകത്തും ഉള്ളത് പറയണ്ടേ? കാരണം അത് പറയാൻ മടിച്ചിട്ട് ഹിന്ദുവിന് മാത്രം
അല്ലെങ്കിൽ ഹിന്ദുവിന്റെ പ്രശ്നങ്ങൾ ന്യായമായിട്ട് നടന്നാലും ന്യായമല്ലാതെ നടന്നാലും വിമർശിക്കാൻ നിൽക്കുന്നതാണ് രാഷ്ട്രീയ പ്രശ്നം, അല്ലെങ്കിൽ അതാണ് 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 ബുദ്ധിജീവിസം എന്നൊക്കെ പറഞ്ഞു പോകും. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ചന്ദ്രശേഖരൻ പോകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്. അതാണ് ഇപ്പം ഈ എന്നാ പി സി ജോർജ് എല്ലാവർക്കും ശത്രുവായത്? പി സി ജോർജ് എന്നും കാര്യം പറയുന്ന ആളാണല്ലോ. പി സി ജോർജിന്റെ വാ തുറന്നപ്പോൾ കുഴപ്പങ്ങളായിട്ടുള്ള വർത്തമാനം എന്ന് നോട്ട് ചെയ്ത് അദ്ദേഹത്തെ ആക്രമിക്കാൻ തുടങ്ങിയത് എവിടെ? എപ്പോഴാണ് ആക്രമിക്കാൻ തുടങ്ങിയത്? അദ്ദേഹത്തെ ആക്രമിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്നത് പോലെ ഇസ്ലാമിസ്റ്റുകളുടെയും അല്ലെങ്കിൽ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെയും സാന്നിധ്യമുണ്ട്. പലവട്ടം ഈ അല്ലെങ്കിൽ ഇവർ പലവട്ടം ആക്രമിക്കാൻ ശ്രമിച്ചത് അതുപോലെ ന്യൂനപക്ഷമായിട്ട് നിൽക്കുന്ന ക്രിസ്ത്യാനികളെയാണ്. ഇതേപോലെ ഇവർ നാളെ കാലത്ത് അവർക്കൊരവസ്ഥ വന്നാൽ അവർ ഹിന്ദുക്കളെ ആക്രമിക്കും. അതായത് അവരുടെ ഉദ്ദേശം ഈ രാജ്യത്ത് അവരുടെ ഒരു താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് പോകുന്ന ഒരു ഇസ്ലാമിക രാജ്യമാണ്. അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരാണ് അല്ലെങ്കിൽ SDP ടെററിസ്റ്റ് ഗ്രൂപ്പ്. ആ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ സാന്നിധ്യം കേരളത്തിലുണ്ട്. ഇതിന് കൂട്ടുപിടിക്കുന്നു LDF-ഉം UDF-ഉം. അത് പറഞ്ഞപ്പോഴേ അദ്ദേഹത്തിന്റെ വർത്തമാനം മോശമായത്. അദ്ദേഹം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ധ്രുവീകരണം ഉണ്ടാക്കുന്ന ആളായത്, അല്ലെങ്കിൽ അദ്ദേഹം ഈ പറയുന്ന ഒരു മതവിഭാഗത്തെ ഈ മോശമാക്കുന്നത്. സുപ്രീം കോടതിയുടെ തന്നെ ശരിയായിട്ടുള്ള ബൈൻഡിങ്സ് വെച്ച് നോക്കുമ്പോൾ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന വർത്തമാനം പറഞ്ഞാൽ മാത്രമേ കേസെടുക്കാൻ പറ്റത്തുള്ളൂ. അതിനകത്ത് ഈ പി സി ജോർജ് പറഞ്ഞതിനകത്ത് യഥാർത്ഥത്തിൽ ഹൈക്കോടതി എന്ത് പറഞ്ഞു അതിനെ നമ്മൾ വിമർശിക്കുന്നില്ല. പി സി ജോർജ് പറഞ്ഞതിനകത്ത് യഥാർത്ഥത്തിൽ എന്തോ ഉള്ളത്? മതസ്പർദ്ധയൊന്നുമില്ല. ഇപ്പൊ ഒരു മതത്തിനകത്ത് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നു, ആ മതം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനമൊക്കെ മറ്റു മതത്തെ ബാധിക്കുന്ന ഒരവസ്ഥയുണ്ട് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ മതസ്പർദ്ധയാവുന്നു? അതേസമയം ആ മതത്തെ ഇല്ലായ്മ ചെയ്യണം, അതിന് ഹിന്ദുക്കളെല്ലാം കൂടെ ഒന്നിക്കണം, അതിന് ക്രിസ്ത്യാനികളെല്ലാം കൂടെ ഒന്നിക്കണം, ഈ മുസ്ലിങ്ങളെ തല്ലിക്കൊള്ളണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് മതസ്പർദ്ധ ഉണ്ടാവും. അപ്പൊ അതൊന്നും അല്ല. ഇവിടുത്തെ മുസ്ലിമിനെതിരെ പറയുന്നതിന് വേണ്ടി കരുതി വെച്ചോളൂ എന്നൊന്നും അല്ലല്ലോ അല്ലെ പി സി പറഞ്ഞത്? അല്ലല്ല, അവലും അരുളേരും കുന്തിരിക്കും കരുതി വെച്ചോ എന്ന് പറഞ്ഞിട്ട് കാസർഗോഡ് അതിനെക്കാട്ട് വലിയ മുദ്രാവാക്യം കാസർഗോഡ് പറഞ്ഞില്ലേ? അതിനെക്കാട്ട് വലിയ മുദ്രാവാക്യം പാലക്കാട് പറഞ്ഞില്ലേ? ഈ പറയുന്ന ഇന്നലെ അറസ്റ്റ് ചെയ്തവൻ പറഞ്ഞത് എന്താ? ഈ CA സമരത്തിന്റെ അദ്ദേഹത്തിന് പുറകോട്ടുള്ള ഒരു പ്രസംഗം പറയും. CA സമരത്തിന്റെ അവരുടെ പ്രതിഷേധത്തിനകത്ത് അയാൾ സംസാരിച്ചത് ഈ അമിത്ഷായും നരേന്ദ്രമോദിയും ഒക്കെ പറഞ്ഞു. അപ്പൊ ഈ BJPയുടെ അല്ലെങ്കിൽ BJPക്കെതിരെ നടത്തുന്ന ഒരു പ്രചരണം ഉണ്ടല്ലോ, ഈ മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യുക, മുസ്ലിങ്ങളെ ഇവിടുന്ന് കടത്തും, അവർ ഭയക്കണമെന്നൊക്കെ പറഞ്ഞൊരു പ്രതിപക്ഷം നടത്തിയപ്പം അദ്ദേഹം ലോക്സഭയിലെ ഒരു പ്രസ്താവന നടത്തി. ഈ അന്ന് അമിത്ഷാ, നിങ്ങൾ യാതൊരു കാരണവശാലും ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് യാതൊരു ദോഷവും വരത്തില്ല, അല്ലെങ്കിൽ അവർ ഭയപ്പെടേണ്ട കാര്യമില്ല, ഇതൊക്കെ വ്യാജ പ്രചരണമാണ്. അപ്പൊ അദ്ദേഹം തിരിച്ചൊരു പ്രസംഗം നടത്തുന്നത് പഴയ ഫയൽ നോക്കിയാൽ കാണാൻ പറ്റി. ഇപ്പൊ പല ചാനലുകളിൽ എടുത്തു വെച്ച് പറയുന്നുണ്ട്, നിങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങളെ ആർക്കാണ് ഭയം? നിങ്ങളെ ആർക്കും ഭയമില്ല. നിങ്ങളെ വേണ്ടി വന്നാൽ ഞങ്ങളെ ഭയന്ന് ജീവിക്കേണ്ട ഒരു അവസ്ഥ നാളെ കാലത്ത് ഇവിടെ ഉണ്ടാകും. അതിനുവേണ്ടിയുള്ള ഒരു കൂട്ടായ്മയാണ് ഞങ്ങൾ. നാളെ മുസ്ലിങ്ങൾ തീരുമാനിക്കേണ്ട ഒരു അവസ്ഥ വരും, ഹിന്ദു ഇവിടെ എന്ത് ചെയ്യണമെന്ന്, ഇന്ത്യ മഹാരാജ്യം എങ്ങനെ പോകണം. അതുകൊണ്ട് ഞങ്ങളെ ഭയപ്പെടുത്തുമൊന്നും വേണ്ട, ഞങ്ങൾക്ക് നിങ്ങളെ ഭയമൊന്നുമില്ലെന്ന് ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ CA സമരത്തിന് മുമ്പ് അന്നൊരു കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടി സംസാരിച്ചപ്പോഴത്തെ സംസാരിച്ചതാ. ഇപ്പൊ ഈ പറയുന്നത് ആരെയും പേടിയൊന്നും ഇല്ലെന്ന് പറയുന്ന ആള് വെളുപ്പാങ്കാലത്ത് ഇവിടുന്ന് 12 പ്രാവശ്യം ED സമൻസ് അല്ലെങ്കിൽ സമൻസ് കൊടുക്കണക്ക് അത് കൈപ്പറ്റാതെ നിന്ന് നാട് വിടാൻ നിന്നവനെ ഈ പറയുന്ന മൂന്നാം മണിക്ക് അങ്ങ് പൊക്കി. ഈ പറയുന്ന ഈ വിഡ്ഢി കുഷ്മാണ്ഡങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തെ പറ്റി എന്തുവാണ് ലക്ഷ്മി വിചാരിച്ചിരിക്കുന്നത്? ഇവര് വിചാരിച്ചിരിക്കുന്നത് എന്താണ്? ഈ PFIയെ നിരോധിച്ചു കഴിഞ്ഞപ്പോ ഈ SDPയെ നിരോധിക്കാനേ പറ്റത്തില്ല. എന്ന് വെച്ചാൽ അത് ഈ നമ്മുടെ പുരാണം അനുസരിച്ച് വളരെ പ്രത്യേകമായിട്ട് ബ്രഹ്മാവ് അങ്ങാണ്ട് സൃഷ്ടിച്ചു വിട്ട സാധനം, അതിനെ നിരോധിക്കാനേ പറ്റത്തില്ല. അതിന് ചില ഫോർമാലിറ്റീസ് ഉണ്ട് എന്നിരിക്കെ ആ SDPയെ ഈ പറഞ്ഞതുപോലെ ഇവര് പിടിച്ചതിന് ശേഷം അന്ന് ഈ പറയുന്ന എറണാകുളത്തും അല്ലെങ്കിൽ അങ്കമാലിയിലും മറ്റ് ഇന്ത്യയിലുടനീളമുള്ള ഓഫീസുകൾ പരിശോധിച്ചപ്പോൾ തന്നെ ഈ SDPയെ എന്ത് ചെയ്യുന്നു എന്നതിനെ പറ്റി കൃത്യമായ വ്യക്തമായ ധാരണയിലുള്ള ഡോക്യുമെന്റ്സ് കിട്ടിയതാണ്. പല്ലെ അങ്ങ് പതുക്കി വെച്ചിട്ട് PFIക്കാരനെ മാത്രം അങ്ങോട്ട് നിരോധിച്ചു കൊടുത്തു. അവരുടെ പേരിൽ മാത്രം അജണ്ട ഉണ്ടാക്കിയല്ല തെളിവുകൾ കൊടുത്തു. എന്നിട്ട് ഇതിനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഇത് മാളത്തിലുള്ളതെല്ലാം പുറത്തു വരണ്ടേ? കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞതുപോലെ ഈ വഖഫ് നിയമത്തിന്റെ കെയർ ഓഫിൽ ഇന്ത്യയിലുടനീളം പ്രകടനമായിരുന്നല്ലോ. കേരളത്തിൽ മലപ്പുറത്ത് നടന്നു, കൊല്ലത്ത് നടന്നു. മുദ്രാവാക്യം പിടിക്കാത്ത ആരോ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ വിളിക്കുന്ന വെല്ലുവിളി ശാലം കുറഞ്ഞിട്ടുണ്ട്.
ആണ് ആക്ഷേപ മുദ്രാവാക്യം വന്നാൽ ഉടനെ അറസ്റ്റ് ചെയ്യുമെന്ന് പേടിച്ചായിരിക്കും ആരെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത്. എന്തായാലും എവിടൊക്കെ ഇതുണ്ട്, ഗുജറാത്തിൽ പ്രകടനം നടന്നില്ല ഇന്നലെ, പൈസയെ അറസ്റ്റ് ചെയ്തപ്പോൾ എവിടൊക്കെ ഇതുണ്ട്, ആരൊക്കെ ഇതിന്റെ ഭാഗമാണെന്നുള്ള കാര്യം. പിന്നെ ഇതിന്റെ ഫണ്ട് ഈ PFI നിരോധിച്ചതിന് ശേഷം ഫണ്ട് ബ്ലോക്ക് ചെയ്യുമ്പോൾ ആ ഫണ്ട് എവിടൊക്കെ വരുന്നു, പിന്നെ ഈ PFIക്ക് വരുന്ന ഫണ്ട് SDP എങ്ങനെ ഉപയോഗിക്കും, ഇതിനെല്ലാം തെളിവുകൾ ശേഖരിച്ചു കഴിഞ്ഞു. കാരണം ഇപ്പം റമദാൻ അല്ലെങ്കിൽ ഇതിനു വേണ്ടി പുണ്യ മാസമാണല്ലോ, ഇതിനു വേണ്ടിയുള്ള ഫണ്ടാണെന്നും പറഞ്ഞ് വിദേശത്തുനിന്ന് കൊണ്ടുവന്ന ഫണ്ട് ഇവിടെ PFIക്കാരന്റെ SDP പ്രൊമോഷന് വേണ്ടി ഉപയോഗിക്കുന്നു, രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ കായികമായിട്ട് അവരെ പരിശീലനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അങ്ങനെയുള്ള എല്ലാ തെളിവുകളുമായിട്ട് ഇപ്പം നിരോധനത്തിന് പോകുന്ന ഒരവസ്ഥ. അതിനകത്ത് ഇലക്ഷൻ കമ്മീഷൻ ചില ഫോർമാലിറ്റീസ് ഉണ്ട്, അത് അവർക്ക് അതിന് വേണ്ട തെളിവുകളും മറ്റു കാര്യങ്ങളും ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ ഇതിനെ നിരോധിക്കുന്നതായിട്ടുണ്ട്. കാരണം ഇത് നേരത്തെ തന്നെ SDP ഭീകര സംഘടനയാണ് ഇവിടുത്തെ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്, അവരുടെ ബൈൻഡിങ്സിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ഭീകര സംഘടനയുടെ ദേശീയ നേതാവിനെ ED അറസ്റ്റ് ചെയ്തപ്പോൾ അത് പറയാൻ ഇവിടുത്തെ നമ്മൾ ഈ സംസാരിക്കുന്ന സമയം വരെ ഒരു രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ഉണ്ടാവുന്നില്ല. അതായത് ഇപ്പോഴും പേടിയാണ്. കേരളത്തിൽ 30% വരുന്ന മുസ്ലിങ്ങളെ മൊത്തത്തിൽ നിയന്ത്രിക്കുന്നത് SDP ആണെന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്ത് തോന്നിവാസവും കാണിച്ചാൽ അതിനെ പറഞ്ഞാൽ അവരുടെ വോട്ട് കിട്ടത്തില്ലെന്നുള്ള ധാരണ. ആ ധാരണയ്ക്ക് പുറത്ത് അതിനെക്കാട്ടിൽ ഭൂരിപക്ഷമുള്ള ഇവിടുത്തെ ഇന്ത്യയുടെ ഹിന്ദുക്കളെയും ഇന്ത്യയുടെ സംസ്കാരം അല്ലെങ്കിൽ ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെയും ഒക്കെ അങ്ങ് മാറ്റി നിർത്തി പോകുന്ന ഒരവസ്ഥ. ഇത് തന്നെയാണ് PC പറഞ്ഞത്. PC പറച്ചിലെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 3 വട്ടം എന്നെ അറസ്റ്റ് ചെയ്തു, നിങ്ങൾ എന്നെ വിദ്വേഷ പരാമർശം നടത്തിയെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ഈ ടെററിസ്റ്റ് ഗ്രൂപ്പിന്റെ ആളിനെ അല്ലെങ്കിൽ അത് SDP ടെററിസ്റ്റ് ഗ്രൂപ്പാണ് എന്ന് പറയുന്നതിന് അവർ തയ്യാറാവുന്നില്ല. ആ ഒരു ചോദ്യത്തിന് വലിയൊരു പ്രസക്തിയുണ്ട്. ആ ചോദ്യം ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ PC ആ ചോദ്യം, അല്ലെങ്കിൽ PC അറസ്റ്റ് ചെയ്തപ്പോൾ PC പറഞ്ഞ വർത്തമാനങ്ങൾ, PC ഇറങ്ങിയതിനു ശേഷം മതമൗലികവാദികൾക്കെതിരെയും രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെയും ഞാൻ പോരാടുമെന്ന് പറഞ്ഞ വാചകം, അതിന്റെ കൂടെ ഈ വാചകം കേരളത്തിലുടനീളം അലയടിക്കും. അത് PC ആയതുകൊണ്ട് നിർത്താതെ അലയടിപ്പിക്കാൻ PC കഴിയും. ഇതൊക്കെ ഒരു പിടിച്ചിട്ടുണ്ടെങ്കിൽ വിടുന്ന ഒരു അവസ്ഥ ഉണ്ടാവത്തില്ല. ആ ഒരു ചിന്തയിൽ കേരളത്തിലെ ആൾക്കാർ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടായാൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ വിചാരിക്കുന്നത് പോലെ ഈ പൊതിഞ്ഞു വെച്ചിരിക്കുന്നതൊക്കെ മാറ്റി യഥാർത്ഥ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതിന് വേണ്ടി നിർബന്ധിതരാവും, അല്ലെങ്കിൽ നിലനിൽപ്പില്ലാത്തൊരവസ്ഥയാവും. ഒരുപക്ഷെ CPM മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് CPM ചില കാര്യങ്ങൾക്കകത്ത് വിട്ടുവീഴ്ച നടത്തി ശരിയായ രാഷ്ട്രീയം പറയുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ചിലതൊക്കെ പറയണ്ടാൻ തീരുമാനിച്ചിട്ടുണ്ട്. മുസ്ലിം പ്രീണനത്തിന്റെ ഫലം CPM അനുഭവിച്ചു. പണ്ടത്തെ കേരളമല്ല. കാരണം കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കി തുടങ്ങി. മുസ്ലിം പ്രീണനം നടത്തിയിട്ട് ഹിന്ദു വോട്ട് മേടിച്ച് ജയിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അതിനകത്ത് ഭൂരിപക്ഷം ഹിന്ദു വോട്ട് കിട്ടി അധികാരത്തിൽ വരുന്ന ഒരു പാർട്ടി മുസ്ലിം പ്രീണനം നടത്തി 1-2% വോട്ടുകൂടെ മേടിക്കാമെന്ന് വിചാരിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ വേണ്ടാന്ന് തീരുമാനിക്കുന്ന ഒരു ഹിന്ദു വോട്ട് ബാങ്കും ഒക്കെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം ഇവിടുത്തെ CPM അല്ലെങ്കിൽ കോൺഗ്രസും ഒക്കെ മനസ്സിലാക്കിയാൽ കൊള്ളാം. മുസ്ലിം പ്രീണനം നാളെ കാലത്തെ അല്ലെങ്കിൽ അത് മാധ്യമത്തിന്റെ ആയാലും രാഷ്ട്രീയ പാർട്ടികളുടെ ആയാലും സ്ഥിരമായ നിലനിൽപ്പിന് ഉതകുന്നതല്ല. അത് വളരെ വ്യക്തമായി ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങുന്ന ഒരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ മനസ്സിലാവുന്ന ഒരവസ്ഥയിലേക്ക് നാളുകൾ പോകുമെന്ന് തന്നെയാണ് നമുക്ക് നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാവുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.